എല്ലാവർക്കും സ്നേഹവന്ദനം. രക്ഷാവിജ്ഞാനിയും അല്ലെങ്കിൽ രക്ഷയെക്കുറിച്ചുള്ള ഉപദേശം, അതാണ് നമ്മുടെ വിഷയം. കഴിഞ്ഞ ആഴ്ച നമ്മൾ രക്ഷയുടെ അടിസ്ഥാനം കർത്താവായ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയാണ് എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. പാപത്തെ ക്ഷമിക്കുവാൻ മതിയായ മറുവില നൽകപ്പെടണം. ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയുമെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. ദൈവം വിചാരിച്ച് അങ്ങ് ക്ഷമിച്ചു തന്നാൽ മതി, അതിന് കർത്താവിനെ കാൽവറി ബലിയിൽ ത്യാഗമാക്കി തീർക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവം തന്റെ മഹാ ഔദാര്യത്തിൽ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മതി. അങ്ങനെ ചിന്തിക്കുന്ന, ആത്മാർത്ഥമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരെ ദൈവത്തെക്കുറിച്ച് വളരെ വിശാല ചിന്തകളുള്ള ആളുകളാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ദൈവത്തെക്കുറിച്ച് സത്യസന്ധമായ ചിന്തയല്ല അവർക്കുള്ളത് എന്ന ഒരു പ്രശ്നം. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലി ആവശ്യമായിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. പാപത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയുടെ ആവശ്യകത നമുക്ക് മനസ്സിലാകും. എന്താണ് പാപത്തിന്റെ സ്വഭാവം? പുതിയ നിയമമായാലും പഴയ നിയമമായാലും പാപത്തെ വിശദമാക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ പരിശോധിച്ചാൽ പാപത്തിന്റെ ഭയങ്കരത നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പാപം എന്നത് ദൈവം മനുഷ്യന് വേണ്ടി വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിൽ എത്താതിരിക്കുക, ടു മിസ് ദ മാർക്ക് എന്ന് പറയും. ടു മിസ് ദ മാർക്ക്, ലക്ഷ്യം തെറ്റുക, ഉന്നം തെറ്റുക എന്നൊക്കെ. ദൈവം ആദമിനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി വെച്ചപ്പോ ദൈവം ആദമിനെ കുറിച്ച് പ്രതീക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നത് ആദം ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നുകയും അതിന്റെ ഫലമായി എന്നേക്കും പാപരഹിതമായ അനുഗ്രഹീതമായ ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുമെന്നാണ്. അതായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. നാം ഇന്നായിരിക്കുന്നത് പോലെ പാവകുലമായിരിക്കുന്ന ഒരു ശരീരവും അതിൽ നിന്ന് ഉളവാകുന്ന അനേക ഭവിഷ്യത്തുകളും എല്ലാം അനുഭവിച്ച് കഷ്ടതയോടെ ജീവിക്കണമെന്നൊന്നും അല്ല ദൈവം ആഗ്രഹിച്ചത്. ദൈവം അറിഞ്ഞത് ഒക്കെ വേറെ, ആഗ്രഹിച്ചത്. ദൈവം എപ്പോഴും നല്ലതേ ആഗ്രഹിക്കും, തിന്മ ഒരിക്കലും ആഗ്രഹിക്കുന്ന ദൈവമല്ല. പക്ഷെ മനുഷ്യൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നില്ല. വളരെ ലളിതമായിരിക്കുന്ന ഒരു മാർഗമാണ് ദൈവം വെച്ചത്. ആൾക്കൂടി ചെയ്യേണ്ടിയിരുന്നത് നിങ്ങൾക്ക് സകല വൃക്ഷങ്ങളുടെയും ഫലം തിന്നാം, തിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലം മാത്രം തിന്നരുതെന്ന് പറഞ്ഞപ്പോ മറ്റനേക ഫലങ്ങൾ അവർ പറിച്ചു തിന്ന് കാണും. സൃഷ്ടിച്ച് എത്ര നാൾ കഴിഞ്ഞാണ് ഈ പാപം സംഭവിച്ചത് എന്നൊന്നും നമുക്കറിയില്ല. കുറെ കാലങ്ങൾ കഴിഞ്ഞായിരിക്കാനാ സാധ്യത, ഒരുപാട് കാലം അല്ലെങ്കിലും. അപ്പോൾ ആ കാലഘട്ടത്തിനുള്ളിൽ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്ന് നിത്യജീവന്റെ അവസ്ഥയിലേക്ക് വരുവാനായിട്ട് കഴിയുമായിരുന്നു. പക്ഷെ അതിന് ആദം ഉരുപ്പെട്ടില്ല. അതെന്തുകൊണ്ട് ആദം അത് ചെയ്തില്ല? നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്ന ശേഷം ഉടനെ തന്നെ പിന്നെ ദൈവം പറഞ്ഞു, ഇപ്പോൾ മനുഷ്യൻ കൈനീട്ടി ജീവന്റെ ഫലവും കൂടെ പറിച്ചു തിന്നിട്ട് എന്നേക്കും ഇരിക്കുവാനായിട്ട് ഇടയാകും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ജീവന്റെ ഫലം പറിച്ചു തിന്നണമെന്ന് ആദമിനുണ്ടായിരുന്നു. പക്ഷെ അതിനു മുൻപ് നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നിട്ട് ഈ ഫലം തിന്നാം, അങ്ങനെ ആദം കണക്ക് കൂട്ടിയോ എന്ന് പറയാൻ ഞാൻ ഒരുക്കമല്ലെങ്കിലും കൂട്ടിയെന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം ഈ ആദം പഴം പറിച്ചു തിന്നതൊന്നും അറിയാതെയല്ല, ഹൗവയ്ക്ക് തെറ്റ് പറ്റിപ്പോയി. അതേക്കുറിച്ച് പറയുന്നുണ്ടല്ലോ പുതിയ നിയമത്തിൽ. ആദമല്ല ഹൗവ അത്രേ വഞ്ചിക്കപ്പെട്ടത്. ആദമിനൊരു വഞ്ചനയും ഉണ്ടായിരുന്നില്ല. ഈ സംഭാഷണങ്ങളെല്ലാം നടക്കുന്നതായിരിക്കുന്ന സമയത്ത് ആദം എവിടെയായിരുന്നു എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ എങ്ങനെയാണ്? പഴം പറിച്ച് തിന്നിട്ട് ഹൗവ എന്ത് ചെയ്യുന്ന തന്നോട് കൂടെയുള്ള ഭർത്താവ് കൊടുത്തുന്നാണ്. എന്ന് പറഞ്ഞാൽ ഭർത്താവ് വരാൻ വേണ്ടി കാത്തിരുന്നൊന്നുമില്ല. അതൊക്കെ ആളുകൾ പറയുന്നതാണ്. ഹൗവ തന്നെ ഒരു ട്രിപ്പ് നടത്തി അവർ തമ്മിൽ അല്പകാലത്തേക്ക് വേർപെട്ടു പോയി, അങ്ങനെയൊന്നും ചിന്തിക്കാനില്ല.
തന്നോട് കൂടെ ഉള്ള ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അപ്പോ ആദമിന്റെ മനസ്സിൽ എത്ര കാലം ഈ വിശ്വാസത്താൽ ഇങ്ങനെ ദൈവം പറയുന്നത് ശരിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് ജീവിക്കണം? ഈ പഴം പറിച്ചു തിന്നാൽ മരിക്കുമെന്ന് പറഞ്ഞാൽ ഇത് മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? എന്നാൽ എന്ത് സംഭവിക്കും? മരിക്കും. എങ്ങനെ അറിയാം? ദൈവം പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് എന്നും ജീവിക്കണം, നിത്യകാലം മുഴുവൻ ഇങ്ങനെ ജീവിക്കണം. എന്നാ അങ്ങനെയല്ല, പഴം പറിച്ചു തിന്നാൽ എന്ത് സംഭവിക്കും? ചാകും. എങ്ങനെ അറിയാം? ഞാൻ ചത്തു, ഇന്ന് ഞാൻ ചത്തു. എന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്, എന്റെ വിശ്വാസത്തിൽ ഞാൻ പറയുന്നത് എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നതെന്ന് പറയുന്ന ഒത്തിരി വ്യത്യാസമില്ലേ? നമ്മളൊക്കെ ഏത് പറയാനാ ആഗ്രഹിക്കുന്നത്? വിശ്വാസത്തിൽ എന്ന് പറയാനാണോ അതോ അനുഭവത്തിൽ എന്ന് പറയാനാണോ? നമ്മൾക്ക് ഈ ഭവിഷ്യത്തുകളൊക്കെ അറിയാവുന്നത് വിശ്വാസത്തിൽ നിന്നാന്നൊക്കെ പറയുമെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താന്ന് ചോദിച്ചാൽ അനുഭവത്തിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ഹൗവ പഴം പറിച്ചു കൊടുത്തപ്പോൾ ആദവന് തിന്നാൻ യാതൊരു വിധമായിരിക്കുന്ന വൈമനസ്യം ഉണ്ടായിരുന്നില്ല. അവൾ ഭക്ഷിച്ചത്. ദൈവം ചോദിച്ചു എന്തിനാ തിന്നെന്ന് ചോദിച്ചപ്പോൾ ആദാം പറഞ്ഞ ഉത്തരം വളരെ ക്ലിയർ ആണ്. എന്നോടുകൂടെ ഇരിപ്പാൻ നീ ഉണ്ടാക്കി തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. എന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധമായ കുറ്റവും ഈ വിഷയത്തിലുണ്ടായിട്ടില്ല. തക്ക തുണയായിട്ട് നീ തന്നയാളെ എനിക്ക് തിന്നാൻ തന്നു, ഞാൻ തിന്നു. അതിനെന്താ കുഴപ്പം? പാപത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇത് അബദ്ധവശാൽ സംഭവിച്ച ഒന്നല്ല. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പരപ്രേരണ കൊണ്ടാണ് ഇത് ചെയ്തത് എന്നുള്ളത് ശരിയാണെങ്കിലും ആദാമിനെ സംബന്ധിച്ചിടത്തോളം പരപ്രേരണ കൊണ്ട് ചെയ്തില്ല. പരപ്രേരണ കൊണ്ട് ചെയ്തു. ആ പ്രേരണ എന്ന് പറയുന്നത് ഭാര്യയുടെ പ്രേരണയാണ്. ഹൗവ പഴം പറിച്ച് തിന്നിട്ട് എന്താ ഹൗവ നഗ്നയാണെന്ന് അറിയാഞ്ഞത്? അവനും തിന്നു, ഉടനെ അവരുടെ കണ്ണു തുറന്നതാണ്. അവനും തിന്ന് കഴിഞ്ഞിട്ട് കണ്ണു തുറന്നതാണ്. അവള് തിന്നപ്പോ എന്താ കണ്ണു തുറക്കാഞ്ഞത്? അതൊക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഈ പഴം തിന്നുന്ന ആൾ മരിക്കുമെന്ന് പറഞ്ഞാൽ ആദ്യം ആരായിരുന്നു മരിക്കേണ്ടത്? ഹൗവയാ. കാരണം അവൾ തിന്നിട്ടല്ലേ ഇവന് കൊടുത്തത്. പക്ഷെ അതേക്കുറിച്ച് പറഞ്ഞ അവൾ തിന്നു, അവനും കൊടുത്തു, ഉടനെ അവളുടെ കണ്ടു തുറന്നു. അപ്പോ ഈ പാവം എന്ന് പറയുന്ന പാവപ്പെട്ട ഹൗവ തിന്നാൻ മാത്രമല്ല, ആദം ഹൗവയും ഒരു യൂണിറ്റാണ്. അവർക്ക് അവൻ മനുഷ്യവർഗം എന്ന് പേരിട്ടെന്നാണ്. ഈ കോൾ ദം ആഡം. മനുഷ്യവർഗം എന്നവർക്ക് പേരിട്ടു. മനുഷ്യവർഗം തിന്നപ്പോഴേ മനുഷ്യവർഗം മരിക്കാനുള്ളൂ. മനുഷ്യവർഗത്തിന്റെ പകുതി തിന്നപ്പോൾ മനുഷ്യവർഗം മരിക്കാനൊക്കുകയില്ല. അപ്പൊ മനുഷ്യവർഗം ആദാവുകയും ചേരുന്നതാണ്. അവർ തിന്നപ്പോ ആ യൂണിറ്റ് തിന്നപ്പോഴാണ് അവർക്ക് സംഭവിച്ചത്. അപ്പോ ഈ പാപം എന്ന് പറയുന്നത് അങ്ങനെ അബദ്ധവശാൽ നടന്നതായിരിക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. ദൈവം മനുഷ്യൻ എത്തിച്ചേരുവാനായിട്ട് വെച്ചിരുന്ന ലക്ഷ്യം, ആ മാർക്ക് തെറ്റിപ്പോയി. അങ്ങനെയാണ്. അതാണ് പാപം എന്ന് പറയുന്നത്. പാപത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ശത്രുതയാണ്. റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്. ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മോട് കൃപ കാണിച്ചെന്ന് 5-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. പാപം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ശത്രുതയാണ്. ഈ രണ്ടാളുകൾ തമ്മിൽ ശത്രുതയുണ്ടായാൽ അതിനെ പരിഹരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആരെങ്കിലും ഒരാൾ സാരമില്ല പോട്ടെ, സാരമില്ല പോട്ടെ, എന്നെ അത് സാരം എന്ന് പറഞ്ഞ് തീരുമോ? നമ്മുടെ ഇടയിൽ പോലും തീരുന്നില്ലല്ലോ. നമ്മുടെ ഇടയിൽ തീരുമോ? ഓ, നിങ്ങൾ ക്ഷമിച്ചു എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ക്ഷമിച്ചു എന്ന് പറഞ്ഞതായിരിക്കും എത്ര കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും ക്ഷമിക്കാതിരിപ്പുണ്ട്. മനസ്സിൽ ഇപ്പോഴും തോന്നാറുണ്ട് ഇടയ്ക്ക്. എന്നാലും അവനത് പറഞ്ഞല്ലോ, എന്നാലും അവളങ്ങനെ ചെയ്തല്ലോ, ഇല്ല തോന്നിയില്ലേ? അതെന്താ അങ്ങനെ തോന്നുന്നത്? അത് മറക്കാത്തത് കൊണ്ടല്ല, അത് നമ്മുടെ ക്ഷമയുടെ ഒരു ബലഹീനതയാണ്. നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ, പ്രതികാരം ചെയ്യുന്നില്ലെന്നുള്ളത്. അത് ചെയ്തതിന്റെ പ്രതികാരം ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും അത് ചെയ്തു എന്നുള്ളതിൽ നമുക്ക് കാര്യമായ ഒരു ഖേദമൊക്കെ ഉണ്ട്. ദൈവത്തെ നാം കോപിപ്പിച്ചു. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ് നാം അത് ചെയ്തപ്പോൾ ദൈവത്തെ നാം കോപിപ്പിച്ചു. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്ന പാപങ്ങളെ നാം ക്ഷമിക്കുന്നത് പോലെ ദൈവത്തോട് ചെയ്യുന്ന പാപങ്ങള് നാം ഒരു ക്ഷമ പറഞ്ഞത് കൊണ്ട് മാത്രം അങ്ങ് തീരുകയില്ല. കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ളത് കൊണ്ട് ഈ ശമ്പളം ആരെങ്കിലും ഏറ്റെടുത്തെങ്കിലേ ഇത് ക്ഷമിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. പാപം ചെയ്തപ്പോൾ തന്നെ മരണം എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു ലേബിൾ നമ്മുടെ നെറ്റിക്ക് ഇങ്ങനെ അടിച്ചെന്ന് വിചാരിച്ച ഒരു മുദ്ര, ഡെഡ്. പാപത്തിന്റെ ശമ്പളം മരണം. ഈ സീൽ അവിടുന്ന് ഇളക്കി
വേറൊരുത്തന്റെ നെറ്റിക്ക് വെക്കണം. അപ്പൊ ആ നെറ്റിക്ക് വെക്കേണ്ട ആരുടെയാന്ന് ചോദിച്ചാൽ ഈ സീൽ ഇല്ലാത്തവന്റെ നെറ്റിക്ക് വേണം വെക്കാൻ. ആരുടെയൊക്കെ നെറ്റിക്ക് തിളക്കി വെക്കാമെന്ന് വിചാരിച്ച് ആദാം ഇങ്ങനെ നടന്നപ്പോ കാണുന്ന ജനിക്കുന്ന എല്ലാ കൊച്ചും ഈ സീൽ കൊണ്ടാ വരുന്നത്. മനുഷ്യരാ പാവം, എല്ലാവരും ഇത് കൊണ്ടാ വരുന്നത്. ഇത് ഇവിടുന്ന് ഇളക്കിയിട്ട് ആരുടെയും നല്ല വെച്ചിട്ട് വേണ്ടേ ഞാൻ ഇതിൽ രക്ഷപ്പെടാനായിട്ട്. നോക്കിയപ്പോ എല്ലാവരുടെയും തെറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സീൽ ഇല്ലാത്ത ഒരാൾ ലോകത്തിന്റെ ചരിത്രത്തിൽ വന്നു, അതാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് ഈ സീൽ ഇളക്കി ഒഴിവെച്ചു. ആദാമിന് നെറ്റിക്കുണ്ടായിരുന്ന സീൽ എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന് നെറ്റിക്കുണ്ടായിരുന്ന സീലാണ്. അത് ഇളക്കി മനുഷ്യവർഗത്തെ പ്രതിദാനം ചെയ്യാൻ വന്നതായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നെറ്റിക്ക് വെച്ചു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു വെക്കുമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം മരണം 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 എന്ന് പറയുന്നതായിരിക്കുന്നത് സീൽ ആരുടെ നെറ്റിക്കിരിക്കുന്നു അവരെന്ത് ചെയ്യണം? മരിക്കും. അവർ മരിച്ചു വെക്കും. നമ്മുടെ എല്ലാം നെറ്റിക്കാതിരുന്നത് അതിളക്കി കർത്താവിന്റെ നെറ്റിക്ക് വെച്ചപ്പോൾ പിതാവ് പറഞ്ഞു, ശരി നീ മരിച്ചു വെക്കും മകനെ, വേറെ രക്ഷയൊന്നുമില്ല. കാരണം നിന്റെ നെറ്റിക്ക് എന്തുണ്ട്? മരണം എന്ന് പറഞ്ഞ മുദ്രയുണ്ട്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം നമ്മുടെ രക്ഷയ്ക്ക് അനിവാര്യമായ ഒന്നായി. അതിനായി ഈ പകരമരണം എന്നൊക്കെ നമ്മൾ പറയുന്നതൊക്കെ അതാണ്. യേശു ക്രിസ്തു നമുക്ക് പകരമായിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണമില്ലാത്ത ഒരാളെ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മരണം ഒഴിവാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അങ്ങനെ ഏറ്റെടുക്കാനായിട്ട് ഒരാളും ലോകത്തുണ്ടായിരുന്നില്ല. പക്ഷേ ലോകത്തൊരാൾ വന്നു, ദൈവത്തിന്റെ പുത്രനായ യേശു. അതാണ് കണ്ടാലും ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഞാൻ കണ്ടാലും ലോകത്തിന്റെ മരണം എന്ന് പറഞ്ഞ മുദ്ര വഹിച്ചുകൊണ്ട് നടക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അവൻ അറുക്കപ്പെട്ടെങ്കിലേ മതിയാണ്. രണ്ടാമത് ഈ പാപത്തിന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വമാണ്. മനുഷ്യന്റെ പാപപ്രവർത്തികൾക്ക് അവൻ ഉത്തരവാദിയല്ല എന്നൊരു ചിന്താഗതി ഇക്കാലത്തുണ്ട്. BF സ്കിന്നർ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരാളെ ലോക പ്രശസ്തനായ ഒരു സൈക്കോളജിസ്റ്റാണ്. ആ സൈക്കോളജിസ്റ്റ് പറഞ്ഞത് മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന് അവൻ ഉത്തരവാദിയല്ല, അവന്റെ സാഹചര്യങ്ങളും അവന്റെ ജന്മവാസനകളുമാണ് അവനെ കൊണ്ട് പാപം ചെയ്യുന്നത്. സാഹചര്യം അവൻ സൃഷ്ടിക്കുന്നതല്ല, ജന്മവാസനയും അവൻ ഉണ്ടാക്കിയതല്ല, അവൻ ജനിക്കുമ്പോഴേ കിട്ടുന്നതാണ്. അപ്പൊ അവൻ ജനിച്ചപ്പോഴേ കിട്ടുന്ന ഒരു വാസനയും അവൻ ജനിച്ചു വീണതായിരിക്കുന്ന ഒരു സാഹചര്യവും, ഇത് രണ്ടും അവനെ പാപം ചെയ്തതിന് അവൻ ഉത്തരവാദിയാണോ? അവൻ ഉത്തരവാദിയാണ്. വെള്ളം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്, എനിക്ക് ഈ ലക്ഷ്യത്തിൽ നിന്ന് അവിടെ ചെല്ലുകയും വേണം. അപ്പൊ എന്റെ കാല് നനഞ്ഞെന്നും പറഞ്ഞ് എന്നെ പിടിച്ച് തല്ലിയാൽ ഞാൻ ഉത്തരവാദിയാണ്? അല്ല. മഴ ഞാൻ പെയ്ച്ചതല്ല, വെള്ളം ഞാൻ പെയ്ച്ചതല്ല, അതെന്റെ സാഹചര്യമാണ്. പിന്നെ ചേമ്പിന്റെ ഇല പോലെ ഒരു കാലായിരുന്നു എനിക്കുണ്ടായിരുന്നെങ്കിൽ നനയുമായിരുന്നോ? ഇല്ല. ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയപ്പോ ചേമ്പിന്റെ ഇല പോലെയുള്ള ഒരു കാലല്ല ഉണ്ടാക്കിയത്, പിന്നെ വെള്ളം വീണാൽ നനയുന്നൊരു കാലം ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ ഇനി അതിൽ നനഞ്ഞെന്നും പറഞ്ഞ് എന്നെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ദൈവമേ, എന്താ സ്കിന്നർ പറഞ്ഞത്? മനുഷ്യൻ ഉത്തരവാദിയേ അല്ല. അവന്റെ സാഹചര്യവും അവന്റെ ജന്മവാസനകളും. അവർ പറയാറുണ്ട്, മദ്യപിക്കുന്നതിന് മദ്യപന്മാരൊരിക്കലും ഉത്തരവാദികളല്ല, എല്ലാ മദ്യപിക്കുന്ന ആളുകളുടെയും ജീൻസിൽ അതുണ്ടെന്നാ പറയുന്നത്. ജീൻസിൽ അതുണ്ട് മദ്യപിക്കുക എന്നുള്ളത്. അതുപോലെയാണ് ഇക്കാലത്ത് ഒരുപാട് പറയുമല്ലോ, ഈ സെക്ഷുവൽ പെർവേർഷൻസ് ഒക്കെ ജീൻസിലുള്ളതെന്നാ പറയുന്നത്. കുഞ്ഞ് ജനിക്കുമ്പോഴേ കുഞ്ഞിന്റെ ജീൻസ് പഠിച്ചിട്ട് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞാൽ ഇവൻ ഭയങ്കര ബലാത്സംഗക്കാരനും ഇങ്ങനെയൊക്കെ ആയിത്തീരും, ഭയങ്കര കുടിയനായിത്തീരും, ഡ്രഗ്സ് എടുക്കുന്നവനായിത്തീരുമെന്ന്. അത് ശരിയായിരിക്കും കേട്ടോ, ഞാൻ അതിനെതിരെയൊന്നും വാദിക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, അത് ജീൻസിലുണ്ടെങ്കിൽ അതേ ജീൻസിൽ തന്നെ ഇതിനെ അതിജീവിക്കാനുള്ള കഴിവുണ്ട്. പാപത്തിലേക്കുള്ള ചായ്വ് പാപത്തിലേക്ക് വീഴേണ്ട ആവശ്യമില്ല. അതിനെ അതിജീവിക്കാനുള്ള കഴിവോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നീ പാപം ചെയ്തേ ഒക്കൂ എന്ന് പറഞ്ഞല്ല ആദാമിനെ സൃഷ്ടിച്ചു. അങ്ങനെയല്ല ആദാമിനെ സൃഷ്ടിച്ചത്. നിനക്ക് തിന്നാം, നിനക്ക് തിന്നാതെ ഇരിക്കാം. നന്മതിന്മകളുടെ വൃക്ഷഫലവും തിന്നാം, ജീവന്റെ വൃക്ഷഫലവും നിനക്ക് തിന്നാം. മനുഷ്യനെല്ലാവർക്കും ഉണ്ട്. ഒരു മനുഷ്യൻ പോലും ഇല്ല ലോകത്ത് പാപം ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിവില്ല, ഞാൻ ചെയ്തെങ്കിലേ ഒക്കൂ എന്ന്. അങ്ങനെയില്ല കേട്ടോ, അത് വ്യാജമാണ്. അങ്ങനെ ഒരു സാഹചര്യം മനുഷ്യൻ ഒരിക്കലും ഇല്ല. സ്കിന്നർ അതുകൊണ്ട് പറയുന്നത് ഒരിക്കലും
ശരിയായ ഒരു സിദ്ധാന്തമല്ല. തിരുവെഴുത്തുകളുടെ പ്രഖ്യാപനം സ്കിന്നറുടെ ആശയത്തിന് വിരുദ്ധമാണ്. ഓരോ വ്യക്തിയും അവന്റെ പാപപ്രവൃത്തികൾക്ക് ഉത്തരവാദിയാണ്. എന്തുകൊണ്ട് ഉത്തരവാദിയാണ്? പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവ് അവനുണ്ട്, അതുകൊണ്ടാണ് അവൻ ഉത്തരവാദിയായി. പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവ് അവനുണ്ട്, അതുകൊണ്ടാണ് ഉത്തരവാദിയായി. ആ കഴിവില്ലെങ്കിൽ പുല്ല് തിന്നാതിരിക്കാനുള്ള കഴിവ് പശുവിനില്ല. പുല്ല് തിന്നതിന് പശു ഉത്തരവാദിയാണോ? കള്ളു കുടിക്കാതിരിക്കാനുള്ള കഴിവ് മനുഷ്യന് ഇല്ലായിരുന്നെങ്കിൽ കള്ളു കുടിച്ചതിന് മനുഷ്യൻ ഉത്തരവാദിയല്ല. പക്ഷേ ഉണ്ടല്ലോ. നിങ്ങൾ ഏത് സമൂഹത്തിൽ ചെന്ന് 100 പേരെ എടുത്താൽ അതിൽ 50 പേർക്ക് കള്ളു കുടിക്കാതിരിക്കാനുള്ള കഴിവുണ്ടല്ലോ. ഈ 50 പേരുടെ ജീൻസിൽ മാത്രമാണോ ഈ കഴിവുകളില്ലാത്തത്? അല്ല. 50 ആളുകൾ എന്ത് ചെയ്യുന്നു? അവരെ അതിന് സമ്മതത്തോടും സന്തോഷത്തോടും കൂടി ആ പാപം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത്. ജോസഫ് പാപം ചെയ്യാതിരുന്നല്ലോ. ദാവീദ് വിളിച്ചു വരുത്തി പാപം ചെയ്തല്ലോ. കണ്ടില്ലേ? ഡസൻ കണക്കിന് ഭാര്യമാരും വെപ്പാട്ടികളും ഉണ്ടായിരുന്നതായിരിക്കുന്ന ആളാണ് ദാവീദ്. ദാവീദ് ഒരു സ്ത്രീയെ കണ്ടപ്പോൾ വിളിച്ചു വരുത്തി പാപം ചെയ്തു. യാതൊരു ഭാര്യയും ഇല്ലാതെ 30 വയസ്സായ ഒരു യുവാവായിരുന്നു ജോസഫ്. അവനെ വശീകരിക്കാനായിട്ട് നോക്കിയിട്ട് അവൻ എന്ത് ചെയ്തു? ഓടിക്കളഞ്ഞു. പാപം ചെയ്യാതിരിക്കുവാൻ ജോസഫിനുണ്ടായിരുന്ന കഴിവായി ദാവീദിനില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ജീൻസിന്റെ കുഴപ്പം കൊണ്ട് ദാവീദ് പാപം ചെയ്യുന്ന വിചാരിക്കുന്നത്? പക്ഷെ അതൊക്കെ വെറുതെ അബദ്ധം പറയുന്നതല്ല. ലോകത്തിൽ ഒരു മനുഷ്യനും പാപം സ്വഭാവം ഉള്ളത് കൊണ്ട് പാപം ചെയ്യണമെന്ന് ബന്ധമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരെയും പരിശോധിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ക്ഷയത്തിന്റെ അണുക്കളുണ്ട്, ബാക്ടീരിയ ഉണ്ട് എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും ക്ഷയരോഗിയല്ല. ക്ഷയത്തിന്റെ അണുക്കൾ ശരീരത്തിലുള്ളത് കൊണ്ട് ഒരാൾ ക്ഷയരോഗിയാകുന്നില്ല. എപ്പോഴാണ് ക്ഷയരോഗിയാകുന്നറിയാമോ? ക്ഷയത്തിന്റെ അണുക്കൾ നിങ്ങളെ കീഴ്പ്പെടുത്തുമ്പോഴാണ് നിങ്ങൾ ക്ഷയരോഗിയാകുന്നത്. ക്ഷയരോഗത്തിന്റെ അണുക്കൾ നിങ്ങളുടെ ശരീരത്തിലുള്ളത് കൊണ്ടല്ല നിങ്ങൾ ക്ഷയരോഗിയാകുന്നത്. ആ അണുക്കൾ നിങ്ങളെ കീഴ്പ്പെടുത്തുന്നു. അണുക്കൾ നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ളതായിരിക്കുന്ന കഴിവുണ്ടോ. നിങ്ങളുടെ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കി സൂക്ഷിച്ചാൽ മതി. ക്ഷയരോഗം നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കാൻ നിങ്ങളുടെ ആരോഗ്യമുള്ളതാക്കി സൂക്ഷിച്ചാൽ മതി. നമ്മൾ ശരിയായ ആഹാരം കഴിക്കാത്തത് കൊണ്ടും ശരിയായ ചുറ്റുപാടിൽ ജീവിക്കാത്തത് കൊണ്ടും ശരിയായ ആവശ്യത്തിനോടൊക്കെ ഉറങ്ങാത്തത് കൊണ്ടും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരം ബലഹീനമാകുകയും ക്ഷയരോഗം നമ്മളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. അതിപ്പോ ക്യാൻസർ ഉൾപ്പെടെയുള്ള ഏത് രോഗത്തെ സംബന്ധിച്ചും അങ്ങനെയാണ്. ക്യാൻസറിന്റെ അണുക്കൾ ശരീരത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാ മനുഷ്യന്റെ ശരീരത്തിൽ ക്യാൻസർ വരേണ്ടതായിരിക്കുന്ന അണുക്കൾ കാണും. അത് പക്ഷെ നമ്മളെ കീഴ്പ്പെടുത്തുന്നില്ല, ചിലരെ മാത്രമേ കീഴ്പ്പെടുത്തുന്നുള്ളൂ. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ് എന്ന് സ്കിന്നറും മറ്റുമൊക്കെ പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാനായിട്ട് സാധിക്കില്ല. പാപം എന്ന് പറയുന്നത്, പാപപ്രവൃത്തികൾ എല്ലായ്പ്പോഴും നമ്മുടെ തീരുമാനത്തിന്റെ ഫലമാണ്. നമ്മുടെ തീരുമാനത്തിന്റെ ഫലമാണ്. ചായത്ത് വീണ് കുറുക്കന്റെ കഥ കേട്ടിട്ടില്ലേ? ചായത്ത് വീണ കുറുക്കന് കൂകാതിരിക്കാനൊക്കെ ഇല്ലായിരുന്നു. മറ്റു കുറുക്കന്മാരെല്ലാം കൂകിയപ്പോ ഇവൻ എത്ര പിടിച്ചു നിർത്തിയാലും എന്ത് ചെയ്യാനൊന്നുമില്ല, കൂകാതിരിക്കാൻ. പക്ഷെ 100 മനുഷ്യരെ കുറുക്കനെ പോലെ കൂകിയാലും അതിൽ ഒരു മനുഷ്യന് വേണമെങ്കിൽ കുറുക്കനെ പോലെ കൂകാതെ ഇരിക്കാം. ഞാൻ അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നത് തീരുമാനിച്ചില്ല. നിർബന്ധം കൊണ്ടൊന്നുമല്ല. അതൊക്കെ നമ്മൾ വെറുതെ പറയുന്നതല്ലേ. മനുഷ്യൻ തന്റെ പാപങ്ങൾക്ക് ഉത്തരവാദിയാകിയാൽ അവൻ കുറ്റക്കാരനും ശിക്ഷാർഹനുമാണ്. മനുഷ്യൻ തന്റെ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഉള്ളവനായിരിക്കുന്നിടത്തോളം അവൻ നിയമപരമായി ശിക്ഷാർഹനാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ചെയ്യാനും ചെയ്യാതിരിക്കാനും തുല്യ കഴിവുള്ളവരായിരുന്നു. അങ്ങനെ ആദമിന് പഴം തിന്നാനും തിന്നാതിരിക്കാനും തുല്യ കഴിവുണ്ടായിരുന്നു. സൃഷ്ടിച്ച് അന്നേ തിന്നില്ലല്ലോ. എത്ര പ്രാവശ്യം ആദം ആ പഴം കണ്ടു? സാത്താൻ വന്ന് പ്രത്യേകം കാണിച്ചപ്പോ ഒന്ന് പ്രത്യേകം നോക്കി. അതുവരെ എത്ര പ്രാവശ്യം കണ്ടു? തോട്ടത്തിന് നടുവിൽ 2 വൃക്ഷങ്ങളുണ്ടെന്ന് ദൈവം കാണിച്ചപ്പോഴൊക്കെ പഴം കണ്ടതല്ലേ? കണ്ടതാണ്. കാരണം ദൈവം ആ പഴം ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തു. ഇത് നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലമാണ്, ഇത് തിന്നരുത്. മറ്റെല്ലാം ഇത് ജീവന്റെ വൃക്ഷമാണ്, ഇത് നിനക്ക് തിന്നാം, മറ്റെല്ലാം നിനക്ക് തിന്നാം, പക്ഷെ ഇത് തിന്നരുത്.
ഉടനെ പറിച്ചു തിന്നില്ലല്ലോ. ഇപ്പൊ തിന്നാതിരിക്കാൻ കഴിയുമായിരുന്നു. ഒരു ദിവസം തിന്നാതിരിക്കാമെങ്കിൽ 2 ദിവസം തിന്നാതിരിക്കാം ഇല്ലേ? 2 ദിവസം തിന്നാതിരിക്കാമെങ്കിൽ 4 ദിവസം തിന്നാതിരിക്കാം ഇല്ലേ? 4 ദിവസം തിന്നാതിരിക്കാമെങ്കിൽ 40 ദിവസം തിന്നാതിരിക്കാം ഇല്ലേ? 40 ദിവസം തിന്നാതിരിക്കാമെങ്കിൽ 400 ദിവസം തിന്നാതിരിക്കാം ഇല്ലേ? 400 ദിവസം തിന്നാതിരിക്കാമെങ്കിൽ 4000 ദിവസം തിന്നാതിരിക്കാം. തിന്നേ ഒക്കുമെന്നുള്ളതായിരുന്നെങ്കിൽ ആദമിനെ സൃഷ്ടിച്ച് തിന്നരുതെന്ന് പറഞ്ഞപ്പോ തന്നെ ആദം എന്ത് ചെയ്യും? മരത്തെ കയറി പഴം പറിച്ചു തിന്നു. കാരണം തിന്നാതിരിക്കാൻ ഒക്കില്ല. ഇങ്ങനെയാണ് എന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ചാലും എനിക്ക് തിന്നാതിരിക്കാൻ ഒക്കില്ല. അങ്ങനെ ഒരു സംബന്ധമില്ല. അതൊക്കെ മനുഷ്യൻ തെറ്റായിട്ട് പറയുന്ന, അതൊക്കെ ഇക്കാലത്തെ ഓരോരോ തിയറി കൊണ്ടുവരുന്നത്. അപ്പോ പാപം ചെയ്യുന്നത് സംബന്ധിച്ച് ഉള്ള ധാർമ്മിക ഉത്തരവാദിത്വം മനുഷ്യന് തന്നെയാണ്. കാരണം ചെയ്യാതിരിക്കുവാനുള്ള കഴിവും ചെയ്യാനുള്ള കഴിവും 2 കഴിവുമുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിനെ തിരഞ്ഞെടുക്കാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുത്തിരുന്നു. മനുഷ്യൻ അങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യന് സ്വതന്ത്രനായിട്ട് ഫ്രീ വില്ലാണ്. എവിടെയാ ഫ്രീ വിൽ? തിന്നരുത് എന്ന് പറഞ്ഞാൽ പിന്നെ വില്ല് ഫ്രീ ആണോ? 2 മുട്ടായി ഞാൻ എൻ്റെ കൈ വെച്ചിട്ടുണ്ട്. കൊച്ചിനെ വിളിച്ചു പറഞ്ഞു, മോളെ 2 മുട്ടായി ഉണ്ട്, ഇതും. ഈ മുട്ടായി നീ തിന്നരുത്, തിന്നാ ചത്തുപോയി. ഈ മുട്ടായി നിനക്ക് എടുക്കാം. ഏത് മുട്ടായി വേണമെങ്കിലും എടുക്കാൻ കൊച്ചിന് സ്വാതന്ത്ര്യം ഉണ്ടോ? അതുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ പറഞ്ഞത്, നമ്മളെ 2 മുട്ടായി ഉണ്ട്, നിനക്ക് ഇഷ്ടമുള്ള മുട്ടായി എടുക്കാം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ഇത് എടുക്കരുതെന്നാ പറഞ്ഞു. എടുത്താൽ നീ ചാവുമെന്നാ പറഞ്ഞു. 2 മുട്ടായി വെച്ചിട്ട് മോൾ ഏതെങ്കിലും ഒരു മുട്ടായി എടുത്തു എന്ന് പറഞ്ഞ് കൊച്ചി ഈ മുട്ടായി എടുത്തിട്ട് ഞാൻ ഒരു അടി കൊടുത്തു. ശരിയാണ്? ശരിയല്ല. പക്ഷെ ഇതിൽ ഏത് മുട്ടായി എടുക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? കൊച്ചിനുണ്ടായിരുന്നു. ഒരു കത്തി വാങ്ങിച്ചാൽ അതുകൊണ്ട് പച്ചക്കറി അരിയാനോ അല്ലെങ്കിൽ ഭർത്താവിനെ കുത്തി കൊല്ലാനോ ഉള്ള കഴിവ് മനുഷ്യന്റെ സ്ത്രീക്കുണ്ട്. പക്ഷെ അതിനുള്ള സ്വാതന്ത്ര്യം സ്ത്രീ, അല്ലെങ്കിൽ ഭാര്യയെ കൊല്ലാനുള്ള കഴിവ് ഭർത്താവിനുണ്ട്. പക്ഷെ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഫ്രീ വില്ലാണെങ്കിൽ ഗോഡ് മസ്റ്റ് ഓണർ ദർ ഫ്രീ വിൽ. ഗോഡ് നെവർ ഓണേഴ്സ് ദർ ഫ്രീ വിൽ. ഞാൻ നിന്നോട് കൽപ്പിച്ച പഴം നീ തിന്നുവോ എന്നാ ചോദിച്ചു. അപ്പോ ഇറ്റ് ഈസ് ദി എബിലിറ്റി. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് ദൈവം തന്നതായിരിക്കുന്ന ഈ എബിലിറ്റിയെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നാം കീഴ്പ്പെടുത്തണം. അങ്ങനെ കീഴ്പ്പെടുത്തുമ്പോ നമ്മുടെ എബിലിറ്റിയെ മാത്രമല്ല നാം കീഴ്പ്പെടുത്തുന്നത്, പിന്നെ നമ്മുടെ ഇച്ഛയെയും നാം എന്ത് ചെയ്യുന്നു? കീഴ്പ്പെടുത്തുന്നു. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ വേദശാസ്ത്രികളല്ല, നിങ്ങൾ ഏത് തിയോളജി ബുക്ക് വായിച്ചാലും മാൻ ഈസ് എ ഫ്രീ വിൽ ബീയിങ് എന്ന് പറയാം. അങ്ങനെ എല്ലാവരും പറയും. അപ്പൊ നിങ്ങൾക്കത് വിശ്വസിക്കാൻ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഞാനത് വിശ്വസിക്കും. മനുഷ്യൻ he has the ability to do what he wants, but he does not have the freedom to do what he wants. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ മനുഷ്യനെ ഫ്രീ എന്നല്ല പറയുന്നത്, he is a slave എന്നാ പറയുന്നത്. he is a slave to sin. അവൻ പാപത്തിന് അടിമയാണെന്ന് പറയും. അവന് ദൈവം നീ നിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു എന്നല്ല പറയുന്നത്, നീ പാപത്തിന് അടിമയായി പോയല്ലോ എന്ന്. അപ്പൊ അതുകൊണ്ട് ഈ മനുഷ്യന് ദൈവം കൊടുത്തതായിരിക്കുന്ന മനുഷ്യന്റെ ഈ സാധ്യത എന്ന് ഞാൻ പറയട്ടെ, ആ സാധ്യത, തെറ്റായ സാധ്യത ഒഴിവാക്കാൻ മനുഷ്യന് കഴിയുമായിരുന്നു. പക്ഷെ അവൻ ഒഴിവാക്കാതെ അത് ചെയ്യുമ്പോൾ അതിനുള്ള ഉത്തരവാദിത്വം, ധാർമ്മിക ഉത്തരവാദിത്വം ദൈവം മനുഷ്യനാണ്. എപ്പോ നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് വന്നോ ആ നിമിഷം മുതൽ നാം ചെയ്യുന്ന തെറ്റുകൾക്ക് നാം ഉത്തരവാദിയാണ്. അത് എത്രാമത്തെ വയസ്സിലാണ് കഴിവ് വന്നെന്നുള്ള ഓരോ പിള്ളേർക്കും ഓരോ പ്രായത്തിലാണ്. ഓരോ പ്രായത്തിലും അവരുടെ ബുദ്ധിയുടെ ഒരു പ്രായമൊക്കെ നന്മയും തിന്മയും തിരിച്ചറിയാൻ. ചിലതിനൊന്നും അറിയില്ലല്ലോ. 30 വയസ്സായിട്ട് നല്ലതിന്റെ തിരിച്ചറിയാൻ വയ്യാത്ത ആളുകളുണ്ട്. അവരുടെ ബുദ്ധി വികസിച്ചില്ല. 1 വയസ്സുള്ള കൊച്ചിന്റെ ബുദ്ധിയേ ഉള്ളൂ. അവർക്ക് അവരെ നിങ്ങൾ മന്ദബുദ്ധികളെന്നോ വേറെ എന്ത് പേര് വേണമെങ്കിലും പറഞ്ഞോളൂ. അവർക്ക് ജഡ്ജ്മെന്റൽ പവർ ഇല്ല. ശരി തെറ്റെന്ന് വിവേചിക്കാനുള്ള കഴിവില്ലാത്ത ആളുകളാണ്. പക്ഷെ വിവേചന കഴിവ് എപ്പോഴുണ്ടാകുന്നു അപ്പോൾ നമ്മൾ അക്കൗണ്ടബിൾ ആയി. അപ്പോഴക്കൗണ്ടബിൾ ആയി. ചില കുഞ്ഞുങ്ങൾ വളരെ വേഗം 1 വയസ്സാകുമ്പോഴേ എന്നൊന്നും ഞാൻ പറയുന്നില്ല, 3 വയസ്സൊക്കെ ആകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ബുദ്ധി, നോർമൽ ബുദ്ധിയുള്ള ഒരു കുഞ്ഞ് 3 വയസ്സിന് മുമ്പൊക്കെ ഉണ്ട്. പിന്നെ നമ്മളതിനെ വളർത്തുന്നത് ശരിക്കല്ലാത്തത് കൊണ്ട് നമ്മൾ പറയുന്നത് കൊച്ചല്ലേടാ,
നീ അവനെ അടിക്കാതെ, അവൻ കുഞ്ഞല്ലേ. ആകൃതാർത്ഥ ചെയ്യാൻ അവൻ കുഞ്ഞല്ലായിരുന്നു, പക്ഷേ അതിന് ശിക്ഷ വാങ്ങിക്കാൻ അവൻ കുഞ്ഞ. അതൊക്കെ നമ്മൾ അവരെ സ്പോയിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് പാപത്തിനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം മനുഷ്യനുണ്ട്, പക്ഷേ ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാനുള്ള കഴിവ് ഇന്ന് മനുഷ്യനില്ല. അതില്ലാത്തതിന്റെ കാരണം അവൻ പാപത്തിന് അടിമയായി പോയി എന്നുള്ളത്. ഈ പാപം ചെയ്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് പാപത്തെ അതിജീവിക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാലും ആ കഴിവ് ഞാൻ അങ്ങ് നഷ്ടപ്പെടുത്തുകയാണ്. ഐ സറണ്ടർ ദാറ്റ് എബിലിറ്റി. ആ അവസ്ഥയിൽ പിന്നെ പറയും, എൻ്റെ ഇച്ഛയെന്ന് പറയുന്നത് നന്മ ചെയ്യാനുള്ള ഇച്ഛയല്ല എനിക്കുള്ളത്, എൻ്റെ വില്ല് കറപ്റ്റഡായി. എനിക്ക് ദൈവം തന്ന ആ ഇച്ഛ കറപ്റ്റഡായി. എൻട്രോപ്പി എന്ന് പറഞ്ഞ പ്രമാണം എന്നിലേക്ക് വന്നു, ഞാൻ അതിന് അടിമയായി. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോ വില്ല് സ്വതന്ത്രമാണെന്നോ സ്വതന്ത്രമല്ലെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം അതിനടിമ. അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് അതിൽ നിന്നും മനുഷ്യനെ, ആ ധാർമ്മിക ഉത്തരവാദിത്വം മനുഷ്യൻ നിർവഹിക്കുവാൻ കഴിയാത്തത് കൊണ്ട് മനുഷ്യവർഗത്തിന്റെ ഹെഡായിരുന്ന ഫെഡറൽ ഹെഡ് എന്ന് പറയും. ആ തിയറിയൊക്കെ എനിക്ക് ഒത്തിരി തിയറികളുണ്ട്. ഫെഡറൽ ഹെഡ് എന്ന് പറയുന്നതായിരിക്കുന്ന ആദം മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്തതായിരിക്കുന്ന ഒരു ചോയ്സ് ആയതുകൊണ്ട് ആദാമ്യ വർഗം മുഴുവനും അതിന് ബാധകമാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന അവസാനത്തെ ആദാം, ആ ആദാമ്യ വർഗത്തിൽ പെടുന്ന ആളുകൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഒരു ചോയ്സ് ചെയ്തു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചു. മുൻ നിയമിച്ചവർ. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കുക അവൻ യേശു എന്ന് പറയും. അങ്ങനെ ഒരു കൂട്ടം ജനങ്ങളുണ്ട്, തൻ്റെ ജനമെന്ന് പറഞ്ഞാൽ. അവരെ പാപത്തിന് രക്ഷിപ്പാനാ കർത്താവ്. അതേക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയും. അപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. അപ്പോ ഇക്കാര്യത്തിൽ വിജാതിനെന്നോ പദഭക്തനെന്നോ യഹൂദനെന്നോ ഒരു വ്യത്യാസവുമില്ല. കുറ്റക്കാരനായ മനുഷ്യൻ തന്റെ ചെയ്തികൾക്ക് ഉത്തരവാദിയും ശിക്ഷാർഹനുമാണ്. അല്ല എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവന ശരിയല്ല. കരുണ എന്ന് പറഞ്ഞതായിരിക്കുന്ന പ്രമാണം തന്നെ എവിടെയാ ഓപ്പറേറ്റ് ചെയ്യുന്നത്? മേഴ്സി, കരുണ. എവിടെയാ കരുണ ഓപ്പറേറ്റ് ചെയ്യുന്നത്? തെറ്റ് ചെയ്യുന്നിടത്താ. പാപം പെരുകിയിടത്ത് കൃപയും പെരുകിയെന്നാണ്. ചെളി കൂടുന്നിടത്ത് ലൈഫ് ബോയ് സോപ്പ് ഒരുപാട് വിറ്റുപോകും. ചെളിയൊന്നും ഇല്ലാത്ത ഒരു രാജ്യത്തെയുമായി ലൈഫ് ബോയ്ക്കാർ പൂട്ടിപ്പോവുകയുള്ളൂ. എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ശുചിത്വം ഉണ്ടെന്ന. എവിടെ പാപമുണ്ടോ അവിടെ ദൈവത്തിന്റെ കൃപയും പെരുകും. കാരണം വേറെ മാർഗമില്ല. കൃപയുടെ പെരുക്കമല്ലാതെ പാപത്തിന് പരിഹാരമായിട്ട് വേറൊരു മാർഗമില്ല. അതുകൊണ്ട് കൃപ, കരുണ എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന വലിയ ആശയങ്ങള് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ. മൂന്നാമതൊരു കാര്യം ഓർക്കേണ്ടത് ദൈവത്തിന്റെ വിശുദ്ധിയും കോപവുമാണ്. പാപം ദൈവത്തിനെതിരെയുള്ള മത്സരവും ആ മത്സരത്തിന് മനുഷ്യൻ സമ്പൂർണമായി ഉത്തരവാദികളുമാണ്. ആ മത്സരത്തിന് ദൈവസന്നിധിയിൽ മനുഷ്യർ കുറ്റക്കാരും ശിക്ഷാർഹരുമാണ്. ഇவ்விധമുള്ള മനുഷ്യന് നേരെ ദൈവത്തിന്റെ പ്രതികരണം ദൈവവിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ആയിരിക്കുകയുള്ളൂ. ദൈവത്തിന് തന്റെ വിശുദ്ധി എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് മാറ്റി വെച്ചുകൊണ്ട് പാപം എന്ന് പറഞ്ഞ പ്രശ്നത്തെ സമീപിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം വിശുദ്ധി ദൈവത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ്. മനുഷ്യന് അടുത്ത് ചെല്ലുമ്പോഴൊക്കെ അടുത്ത് വരരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, കാലിന് ചെരുപ്പുവാരി എന്നുള്ളത്. ഒരു മൃഗം പോലും അടുക്കാൻ പാടില്ല. ദൈവത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നതായിരിക്കുന്ന അതിപ്രധാനമായിരിക്കുന്ന സ്വഭാവം, ആ വിശുദ്ധിയെ ലംഘിച്ച ആർക്കും തന്നെ ശിക്ഷ കിട്ടാതെ പോകാനായിട്ട് സാധ്യമല്ല. അല്ലെങ്കിൽ അതിനുള്ളതായിരിക്കുന്ന ശിക്ഷ വിശുദ്ധനായ ഒരാളെ ഏറ്റെടുക്കണം. ഒരു പാപി ഏറ്റെടുത്തിട്ട് യാതൊരു പ്രയോജനമില്ല. വിശുദ്ധനായ ദൈവത്തിന്റെ പാപത്തോടുള്ള പ്രതികരണമാണ് ദൈവക്രോധം എന്ന് പറയുന്നത്. പാപത്തോടുള്ള ദൈവത്തിന്റെ പ്രതികരണമാണ് ദൈവക്രോധം. റോമാലേഖനം 1-18 വാക്യത്തിൽ എന്താണ്? ദൈവത്തിന്റെ കോപം മനുഷ്യർക്ക് നേരെ സ്വർഗത്തിൽ നിന്ന്
വെളിപ്പെട്ടിരിക്കുന്നു. പഴയ നിയമ പുസ്തകങ്ങളിൽ ഈ ആശയം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. പാപത്തിന് നേരെയുള്ള ദൈവക്രോധം പഴയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ മക്കൾ പാപം ചെയ്തായിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ അവരെ ദൈവം കഠിനമായി ശിക്ഷിക്കുന്നു. ചില സമയത്ത് ഇത്രയും വേണോ എന്ന് പോലും തോന്നിയിട്ടുണ്ട്. അത്ര ഭയങ്കരമായി. കാരണം ദൈവത്തിന് പാപത്തെ ശിക്ഷിക്കാതിരിക്കാൻ സാധിക്കില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. പാപത്തിന് നേരെയുള്ള ദൈവത്തിന്റെ ക്രോധം മുഴുവനും കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചപ്പോ നിങ്ങളും നമ്മളും ഞാനും ഒരു പ്രതിപുരുഷൻ വഴി ആ ക്രോധം അങ്ങ് വിട്ടുകൊടുക്കായിരുന്നു. എല്ലാവരും ഇങ്ങനെ നീട്ടി വെച്ചിരുന്നു. ദൈവത്തിന് വടിയുമായിട്ട് നിൽക്കുക. എല്ലാവരും തന്നെ ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞു, എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു അടി. ഒരടിക്ക് ചാകണം. ഇത്ര ദൈവത്തിന്റെ ക്രോധം. അപ്പോഴാണ് ഈ പാപികളായ മനുഷ്യരുടെ അടി ഏറ്റെടുക്കാൻ പാപമില്ലാത്ത ഏതെങ്കിലും വിശുദ്ധനായ ഒരാളുണ്ടോ എന്ന ചോദ്യം. ഒരാളെ മുൻപോട്ട് വന്ന് പറയുന്നു, 2 കൈയിൽ നീട്ടിയ അടി എനിക്ക് തന്നുള്ളൂ, ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. അപ്പോ സകല മനുഷ്യർ ഏൽക്കേണ്ട മുഴുവൻ അടിയും കർത്താവിന് കൊടുത്തു. കൈ നീട്ടിയിരുന്ന എല്ലാ മനുഷ്യരും കൈ താഴെയിട്ട് കൈ പോക്കറ്റിലിട്ട് ചെറിയ വേറൊരു മാർഗമില്ല. ഇക്കാലത്ത് അങ്ങനെ അനുവദിക്കുന്നില്ല. പണ്ട് കർത്താവ് ജീവിച്ച കാലത്തും അതിനു മുമ്പും ഒക്കെ റോമാ സാമ്രാജ്യത്തിൽ അതൊരു നിയമമായിരുന്നു. തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ച അല്ലെങ്കിൽ തലവെട്ടിക്കൊല്ലാൻ വിധിച്ചതായിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി പോലും വേറൊരു റോമാ പൗരന് മുന്നോട്ട് വന്ന ആ ശിക്ഷ ഞാൻ കേട്ടുകൊള്ളാം എന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യം ഒന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അന്നത്തെ മനുഷ്യർക്ക് ഈ പ്രതിപുരുഷ യാഗം മരണമെന്നൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പം മനസ്സിലാകുമായിരുന്നു. ഇന്നിപ്പം നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഞാൻ ചത്തോളാമെന്ന് പറഞ്ഞ ഒരാൾ മുന്നോട്ട് വരാൻ ഒക്കുകയില്ല. ഡെഡ് മണി കൊടുക്കാം, ബ്ലഡ് മണി കൊടുക്കാം, അതൊക്കെ കൊടുക്കാം, അത് അവർ സ്വീകരിച്ച. പക്ഷെ പകരം മരണമെന്ന് പറഞ്ഞ ഒരു ആശയം ഇന്ന് ഇല്ല. പക്ഷെ ദൈവത്തിന്റെ ഇക്കോണമിയിൽ അതുണ്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരക്കാരനായിട്ട് മരിക്കാനായിട്ട് ഇടയായത്. കണ്ടാല് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അത് മുഴുവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പേരിട്ടു. കർത്താവായ യേശു ക്രിസ്തു കാലുവരിലെ ക്രൂശിൽ പാപികളുടെ പ്രതിനിധിയായിട്ട് മരിക്കുന്ന സമയത്ത് നമ്മുടെ പാപം ഏറ്റെടുത്തുകൊണ്ടല്ലേ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചെയ്ത പാപങ്ങളെല്ലാം ഒരു ചാക്കിൽ കെട്ടി കാലുവരിലെ ക്രൂശിൽ കർത്താവ് കിടന്നതായിരിക്കുന്ന ആ കുരിശിന്റെ അവിടോട്ട് കൊണ്ടിടാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ചാക്കുകെട്ടുകളൊക്കെ കാണും. ഈ കുഞ്ഞുങ്ങളുടെ ചാക്കുകെട്ട് പോലും വലിയ ചാക്കുകെട്ടായിരിക്കും. അവരൊത്തിരി ചെയ്തിട്ടില്ലെങ്കിലും ഒരു ചാക്ക് പാവവും കാണും. നമ്മുടെയൊക്കെ വണ്ടി വലിയ വലിയ ട്രക്കുകളിലാണ് ലോഡ് കണക്കിനാണ് കൊണ്ട് മറിക്കുന്നത്, അല്ലേ? അങ്ങനെ ലോകത്തിന്റെ പാവം മുഴുവനും അവിടെ കൊണ്ട് മറിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലെ ദൈവം താഴേക്ക് നോക്കിയപ്പോ കാൽവറി കുന്ന് കാണാനില്ല, പാപക്കുന്നേ കാണാനുള്ളൂ. പാപത്തിന്റെ ഭാണ്ഡങ്ങൾ കെട്ടി 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 സ്വർഗത്തോടെ ഉയർന്ന ഒരു കുന്ന്. ആ കുന്നിന്റെ ഇടയിൽ നിന്ന് ഒരു ചെറിയ കരച്ചിൽ കേൾക്കാം. എന്താ കരച്ചില്? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടു. അതാണ് യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രസക്തി. യേശുവിനെ കൊന്നത് ആരെന്ന ചോദ്യത്തിനുള്ള ശരിയായ ഉത്തരം ഞാനാണെന്ന് ഞാൻ പറയും. ഞാനാണ്. കാരണം എന്റെ പാപമാണ് യേശുവിനെ കൊല്ലാനിടയാക്കിയത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും പറഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രതിപുരുഷ യാഗം കൂടാതെ ദൈവത്തിന്റെ വിശുദ്ധിയെയും ദൈവത്തിന്റെ കോപത്തെയും നമുക്ക് തൃപ്തിപ്പെടുത്തുവാനായിട്ട് കഴിയുമായിരുന്നില്ല. പഴയ നിയമത്തിൽ യാഗങ്ങളിലൂടെ അത് നിവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. യാഗങ്ങൾ, ആട്ടിൻകുട്ടിയെയും അതുപോലെ കാളകളെയും ഒക്കെ അറുത്ത് അതൊന്നും ആ പാപികൾക്ക് മോചനം നൽകിയിരുന്നില്ല. പഴയ നിയമത്തിന്റെ ഭാഷ പറഞ്ഞാൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ.
ലംഘനം ചെയ്തു പോയ കുറ്റം വേണമെങ്കിൽ ക്ഷമിച്ചു തരാം, അതിനെ ശിക്ഷ അനുഭവിക്കേണ്ട. പക്ഷെ പാപം മറക്കുകയുള്ളൂ, പാപം നീക്കിയില്ല. നമ്മളൊന്നും പാപം മറച്ചു കിട്ടിയവരല്ല, പിന്നെ പാപം മോചിച്ചു കിട്ടിയവരാണ്. ഒരു ചാക്ക് കൊണ്ട് മറച്ചു വെക്കുന്നതോ ഒരു കർട്ടന കൊണ്ട് മറയ്ക്കുന്നതും അത് ക്ഷമിച്ചു തരുന്നതുമായിട്ട് എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്നറിയാം. ഞാൻ ചെയ്ത കുറ്റം അപ്പച്ചനടുത്ത് അൽമാരിക്കകത്ത് വെച്ച് പൂട്ടിയിട്ടുണ്ടെന്ന് പറയുന്നതും ഞാൻ ചെയ്ത കുറ്റം അപ്പച്ചൻ അങ്ങ് ക്ഷമിച്ചു തന്നെന്ന് പറയുന്ന വ്യത്യാസമില്ലേ? അല്ലെങ്കിൽ ഓരോ സമയവും എൻ്റെ അപ്പച്ചൻ അലമാരി തുറക്കാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ഇപ്പൊ പാപത്തിന് ശിക്ഷവരടി, ഇപ്പൊ വരും, പണി വരും, പണി വരും. ദൈവം പാപം എടുത്ത് അൽമാരി വെക്കുകയല്ല ചെയ്തത്. അങ്ങനെ ദൈവം നിന്നിട്ട് പസഫിക് സമുദ്രത്തിലേക്ക് ഒറ്റയേറാ പുറവും. ഇവിടെ ചെന്ന് വീണത് പോലും ദൈവത്തിന് അറിയില്ല. ദൈവം സർവജ്ഞാനിയോട് അറിയാം, ശരി തന്നെയെങ്കിലും അല്ലാത്തൊരർത്ഥത്തിൽ പറയാൻ ദൈവത്തിന് അറിയില്ല. അങ്ങോട്ട് അങ്ങനെ നമ്മുടെ പാപങ്ങളെ അവൻ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഇനി അത് തേടി പിടിക്കുവാൻ കഴിയാതെ. അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് യേശു ക്രിസ്തു പാപം ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അത് കഴിയില്ല. യേശു ക്രിസ്തു പാപപരിഹാര ബലിയായി തീർന്നു എന്നതാണ് യാഥാർത്ഥ്യം. യേശു ക്രിസ്തു പാപപരിഹാര ബലിയായി തീർന്നു. ദൈവം തന്റെ പുത്രനായ ഏകജാതനായ പുത്രനെ ഏറ്റവും നിഷ്ഠൂരവും ഏറ്റവും നിന്ദ്യവും വേദനാജനകവുമായ ഒരു മരണത്തിന് വിധേയനാക്കി. കർത്താവ് മരിച്ചതുപോലെ മരിക്കണമായിരുന്നോ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് മരിക്കണം, നമുക്ക് വേണ്ടി പകരമായിട്ട് മരിക്കണമായിരുന്നു. അങ്ങനെ കർത്താവ് അങ്ങോട്ട് നടന്നു ചെന്നു. പിലാത്തോസ് പറഞ്ഞു, പിലാത്തോസ്, ഞാൻ വന്നിരിക്കുന്നത് പാപികളായ മനുഷ്യർക്ക് വേണ്ടി മരിക്കാനാണ്, അതുകൊണ്ട് എനിക്ക് മരിക്കാനായിട്ടൊരു സ്ഥലം നിന്നെ ഒരുക്കി തരണം. ഈ ക്രൂശ് അതൊന്നും ആവശ്യമില്ല. ഏറ്റവും വേദന കുറഞ്ഞതായിരിക്കുന്ന മരണമെന്ന് പറയുന്നത് കഴുത്തുവെട്ടി മരിക്കുന്നതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് റോമ പൗരന്മാരെ കഴുത്തുവെട്ടി കൊന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് തീരും. ഷോപ്പിംഗ് ബ്ലോക്കിലോട്ട് ഇങ്ങനെ കളിച്ചിട്ട് ഒറ്റ കളി അങ്ങോട്ട് ശരീരം അറിഞ്ഞുപോലും. നമ്മുടെ ഇഞ്ചക്ഷൻ എടുക്കുന്ന അത്രയും പോലും വേദനയില്ല. തൂങ്ങി മരിക്കുന്ന ഏറ്റവും കഷ്ടകരമായ മരണം എത്ര നേരം കിടന്ന് തൂങ്ങണം. തൂക്കിക്കൊല്ലുന്നല്ല, തൂക്കിക്കൊല്ലുന്നത് പെട്ടെന്ന് അങ്ങ് തൂങ്ങി മരിക്കുക. കാരണം അതാ കെട്ട ശരിക്കും മുറുകി കഴിഞ്ഞാൽ പെട്ടെന്ന് മരിക്കുന്നതാണ്. ഇലക്ട്രിക് മരണവും പെട്ടെന്നുള്ള മരണമാണ്. വിഷം കുത്തിവെച്ച് മരിക്കുന്നതും പെട്ടെന്നാണ്. ഹിറ്റ്ലറുടെ ബദലുടെ പൊട്ടാസ്യം സൈനൈഡ് ഗ്യാസ് അടിച്ച് ചെയ്യുക ഒക്കെ പെട്ടെന്ന് മരിക്കും. പക്ഷെ കർത്താവ് അങ്ങനെ മരിച്ചാൽ നമ്മുടെ പാപത്തിന് പരിഹാരമാവില്ല. കാരണം എന്ന് പറയാൻ, നമ്മുടെ പാപം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ള പാപങ്ങളല്ലല്ലോ. നമ്മുടെ പാപത്തെ പറഞ്ഞാൽ ലിങ്കറിങ് സിൻസ് എന്ന് പറയാം. ലിങ്കറിങ് സിൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇഴയുന്ന പാപം, ഇങ്ങനെ തൂത്താ പോവാത്ത പാപം, ലിങ്കറിങ്. അപ്പൊ അതേക്കുറിച്ച് ദൈവദാസന്മാര് വേദപണ്ഡിതന്മാര് പറയുന്നത്, അല്ലെ തിയോളജിൻസ് പറയുന്നത്, പാപത്തിന്റെ ശമ്പളം എന്ന് പറയുന്നത് നരകമാണ്. അതുകൊണ്ട് ഈ നരകം കർത്താവ് ഏറ്റെടുത്തെങ്കിലേ മതിയാണ്. നരകത്തെ കുറിച്ചുള്ള ബൈബിളിലെ വിവരണങ്ങൾ എന്തൊക്കെയാണ്? കെടാത്ത തീയെ, അല്ലേ? ഭയങ്കര ദാഹമുള്ള സ്ഥലം. ധനവാൻ എന്താ പറഞ്ഞത്? ലാസറിന്റെ വിരല് വെള്ളത്തിലൊന്ന് മുക്കി, ഒരു തുള്ളി എങ്ങനെ വരുന്നത്? വെള്ളത്തിൽ മുക്കിയിട്ട് അവിടുന്ന് ഇവിടെ വരുന്നത് ഒന്ന്, അതെന്തോ ഒരു ആശ്വാസം എന്നറിയാം. അതുപോലെ ദൈവം കൈവിട്ട സ്ഥലം, അന്ധകാരം നിറഞ്ഞ സ്ഥലം, ഇതെല്ലാമാണ് കർത്താവ് അനുഭവിച്ചത്. കാൽവരി ക്രൂശിൽ അന്ധകാരവും എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ കരച്ചിലും, ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്നങ്ങനെ ദൈവത്താൽ കൈവിടപ്പെട്ട അനുഭവവും, ആ ഭയങ്കരമായിരിക്കുന്ന വേദനയും എല്ലാം കർത്താവായി അനുഭവിച്ചു. വാസ്തവത്തിൽ നരകശിക്ഷ കർത്താവ് കാൽവരിയിൽ അനുഭവിച്ചു. ഒരു വ്യത്യാസമുള്ളൂ, നമ്മൾ നരകത്തിൽ പോകുമ്പോൾ നിത്യത മുഴുവൻ കിടക്കണം. കർത്താവ് നരകത്തിൽ പോകുമ്പോൾ നിത്യത മുഴുവൻ കിടക്കേണ്ട ആവശ്യമില്ല. ഒന്നിനെ 10,000 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 10,000 കിട്ടും. 10,000 ഒന്നുകൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും? 10,000 കിട്ടും. നമ്മുടെ വില ഒന്നാണ്. അതുകൊണ്ട് 10,000 വർഷം കിടന്നെങ്കിൽ നമുക്ക് 10,000 കിട്ടത്തുള്ളൂ. കർത്താവിന്റെ വില 10,000. അപ്പൊ ഒരു ദിവസം കിടന്നാൽ 12 ഒന്നാണ്. നിത്യനായ ദൈവം ഒരു സെക്കൻഡിന്റെ ഫ്രാക്ഷൻ കിടന്നാലും അത് നിത്യതയാണ്. പക്ഷെ നിത്യനല്ലാത്ത മനുഷ്യൻ നിത്യകാലം മുഴുവൻ കിടന്നെങ്കിലേ ആ നിത്യനരകം അവിടെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവ് നിത്യകാലം മുഴുവനും കാൽവരി കൂടി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. കിടന്നത് തന്നെ കൂടുതലാണ്. ഒരു സെക്കൻഡ് കിടന്നാൽ മതിയായിരുന്നു. ഒരു സെക്കൻഡ് കൊണ്ട് മരിച്ചിരുന്നെങ്കിലും, പക്ഷെ ആ വേദനയും ദാഹവും ഇരുട്ടും
ദൈവത്താൽ കൈവിടപ്പെടുന്ന നരകത്തിന്റെ അനുഭവങ്ങളെല്ലാം കർത്താവ് അനുഭവിച്ചു. അതെല്ലാം കർത്താവ് അനുഭവിച്ചു. നരകം വാസ്തവത്തിൽ കർത്താവ് അനുഭവിച്ചാ മരിച്ചത്. ജീസസ് എന്ന് പറയുന്ന ഫിലിം ആരാ ഉണ്ടാക്കിയത്? ഗിബ്സണോ? ആരായിരുന്നു? പാഷൻ ഓഫ് ക്രൈസ്റ്റ്. അതെ. അല്ല, അതൊക്കെ കണ്ടു കഴിഞ്ഞാലേ അതൊക്കെ കർത്താവ് അനുഭവിച്ചതായിരിക്കുന്ന വേദനയുടെ 1 കോടിയിലൊരു ഫ്രാക്ഷൻ പോലും അതിൽ ചിത്രീകരിക്കാനായിട്ട് സാധിക്കില്ല. ശാരീരിക വേദനയല്ലേ ചിത്രീകരിക്കാൻ നോക്കൂ. കർത്താവ് അനുഭവിച്ചത് ആ ശാരീരിക വേദന മാത്രമല്ലല്ലോ, മാനസിക വേദന ഒരു ചെറിയ ഫ്രാക്ഷൻ മാത്രമേ അവിടെ കാണിക്കാനായിട്ട് കഴിയൂ. അതുകൊണ്ട് കർത്താവ് ഒരു പാപപരിഹാര ബലിയായി കഷ്ടമെല്ലാം സഹിച്ച് മരിക്കേണ്ടത് ആവശ്യമായി. ഇനി യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലി, ഇപ്രകാരമുള്ളൊരു ബലി യേശുക്രിസ്തു അനുഭവിക്കുവാൻ തക്കവണ്ണം അത് അനുവദിക്കുവാനായിട്ട് ദൈവത്തെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തൊക്കെ? There should be sufficient reason for God the Father to do it. പല ആളുകളും പറയുന്ന പിതാവായ ദൈവം കർത്താവിനോട് കാണിച്ചത് ഭയങ്കര ക്രൂരതയും വെറുപ്പും പകയുമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പിതാവായ ദൈവത്തിന് വേണമെങ്കിൽ മനുഷ്യനെ, കർത്താവിനെ അങ്ങനെ കഷ്ടപ്പെടുത്താൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നവർ. അവര് പറയുന്നത് ശരിയാണെങ്കിൽ ശരിയാണ്. കർത്താവിന്റെ മനുഷ്യവർഗത്തെ രക്ഷിക്കാനായിട്ട് വേറെ മാർഗം ഉണ്ടായെങ്കിൽ പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇത്ര ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊന്നത് പിതാവിന്റെ സ്നേഹമാണെന്ന് പറയാനൊക്കും. എങ്ങനെ പറയുന്നത്? പക്ഷെ ബൈബിൾ പറയുന്നത് ഗോഡ് സോ ലവ്ഡ് ദി വേൾഡ് ഹി ഗേവ് us his son. തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനം കാൽവരിയിലെ ക്രൂശാണെന്ന് വേണമെങ്കിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞത്. ഈ ക്രിയേഷൻ സ്റ്റോറി ആണോ അതോ അറ്റോൺമെന്റ് സ്റ്റോറി ആണോ ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പ്രകടനം എന്നുള്ളത് ഒരു ഡിബേറ്റഡ് ക്വസ്റ്റ്യനാണ്. മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയ സന്ദർഭത്തിലാണോ സ്നേഹം ഏറ്റവും കാണിച്ചത്, അതോ കാൽവരിയിലെ ക്രൂശിൽ കർത്താവിനെ കൊന്ന സമയത്താണോ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചത്? നമ്മളെല്ലാവരും കർത്താവ് കാൽവറിയാണെന്ന് വിശ്വസിക്കുന്നു. അത് ശരിയാണ്, ഞാനും അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. എന്നാലും അതിനേക്കാൾ ഒട്ടും കുറയാത്ത സ്നേഹമാണ് സൃഷ്ടിവൃത്തത്തിൽ ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു ചോയ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുള്ളൂ. നിങ്ങൾ സർവജ്ഞാനിയ ഒരു മനുഷ്യനാണ്. ഈ ചോയ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അധികം താമസിയാതെ ഈ ചോയ് നിങ്ങളെ കൊല്ലുമെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ നിങ്ങൾ ആ ചോയ് ഉണ്ടാക്കും. നിങ്ങൾക്ക് ഒരൊറ്റ മകനേ ഉള്ളൂ. ഈ ചോയ് കുഞ്ഞിന്റെ കൈ കൊടുക്കും കളിച്ചാൽ അവൻ അധികം താമസിയാതെ ഈ ചോയ് അവനെ കൊല്ലും. നിങ്ങൾക്കത് അറിയാമെങ്കിൽ നിങ്ങൾ ആ ചോയ് ഉണ്ടാക്കി കൊടുക്കുമോ? ഇല്ല. അപ്പൊ ഇതറിയാവുന്ന ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ ഉണ്ടാക്കി കൊടുത്തു. ആ മനുഷ്യൻ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ഏകജാതപുത്രനെ കൊല്ലുകയും ചെയ്തു. അപ്പൊ പിന്നെ ഈ മനുഷ്യനെ ഉണ്ടാക്കി വിട്ടു എന്ന് പറയുന്ന ഭയങ്കര സ്നേഹത്തിന്റെ ഒരു പ്രകടനമല്ലേ? ആ കൈ ഇങ്ങനെ, ആ തല എങ്ങനെ അധികം രൂപപ്പെടുത്തിയൊന്നും എനിക്കറിയില്ല. ശരീരത്തിന്റെ ഓരോ ഭാഗവും ഇങ്ങനെ മണ്ണെടുത്ത് കുഴച്ചൊക്കെയാണോ വലിയ മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയെന്നല്ലാതെ അതിന്റെ പ്രക്രിയയെക്കുറിച്ചും പ്രോസസ്സിനെ കുറിച്ചും ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. എങ്കിലും അതൊരു പ്രോസസ്സ് ഉണ്ട്. നമുക്കറിയാവുന്ന പോലെ ഞാൻ വിചാരിക്കുന്നത് ദൈവം കുറച്ച് മണ്ണെടുത്ത് വെള്ളം ഒഴിച്ചു, അത് കുഴച്ചു, അതിലൊരു ഭാഗം എടുത്ത് ഇങ്ങനെ തലയുണ്ടാക്കി വെച്ചു. തലയുണ്ടാക്കി അതിൻ്റെ അകത്ത് ബ്രെയിനും ഒക്കെ ഇങ്ങനെ ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോ ദൈവത്തിന്റെ മനസ്സിൽ കൂടി ചിന്ത പോയി, ഈ ബ്രെയിൻ കൊണ്ട് ഇവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ചിന്തിച്ചാലോചിച്ച് എന്റെ മകനെ ഇവൻ നശിപ്പിക്കും ഈ ബ്രെയിൻ കൊണ്ട്. അപ്പൊ ആ ചിന്ത മനസ്സിലേക്ക് വന്നപ്പോ കർത്താവ് എന്താ ചെയ്യേണ്ടത്? അപ്പോഴും ആ കളിമണ്ണ് കുഴഞ്ഞല്ലേ ഇരിക്കുന്നത്. ആ ദൈവത്തിന്റെ കൈ എടുത്തിട്ടൊക്കെ ഒറ്റ അടി കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും? എന്നിട്ട് ദൈവം അത് ചെയ്യാതെ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ തല അങ്ങനെ ഉണ്ടാക്കി. പിന്നെ അങ്ങനെ ശരീരത്തിന്റെ ഓരോ അവയവവും കൈയും കൊണ്ട് അങ്ങനെ ചെയ്ത് കൈ ഉണ്ടാക്കിയപ്പോ ഈ കൈ കൊണ്ട് ഇവൻ ചുറ്റിയെടുത്ത് മറ്റേ കൈ കാലിനും പാണി വെച്ചെടുത്ത് മകന്റെ കയ്യിലേക്ക് നൽകിയൊരു കുന്തം കൊണ്ട് കുത്തി കയറ്റു എന്നൊക്കെ പറഞ്ഞപ്പോ ആ കൈ രണ്ടു പേരും ഒറ്റപ്പെട്ട് കൊടുക്കണം. കൈ രണ്ടു ഓടിച്ച കൈ ഇല്ലാതെ തന്നെ. ആ ഹൃദയം അതുപോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ അതിന്റെ ഫുൾ ഇംപ്ലിക്കേഷൻസ് ആൻഡ് കോൺസിക്വൻസസ്, ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതായിരിക്കുന്ന എല്ലാ ഭവിഷ്യത്തുകളും നന്നായി മനസ്സിലാക്കിയിട്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് മൂക്കി ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു എന്ന് പറയുമ്പോൾ
സ്നേഹം എന്നല്ലാതെ പിന്നെ എന്താ അതിനെക്കുറിച്ച് പറയാനായിട്ട് കഴിയും? കാൽവറിയിൽ നടന്നത് ഏതൻ തോട്ടത്തിലുള്ള ദൈവത്തിന്റെ അറിവ് മാത്രമല്ലേ ഉള്ളൂ. അതിന്റെ റിയലൈസേഷൻ അല്ലേ അവിടെ. ഇത് നടക്കുമെന്ന് അവിടെ വെച്ച് അറിഞ്ഞുണ്ടാക്കി, അവിടെ വെച്ച് നടന്നു. അതുകൊണ്ടല്ലേ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറയുന്നത്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഏകജാതനായ മകനെ ഇസ്ഹാക്കിനെ, നീ സ്നേഹിക്കുന്ന മകനെ കൊണ്ടുപോയി മോറിയാ മലയെ ഞാൻ കാണിക്കുന്ന മലയെ കൊണ്ട് യാഗം കഴിക്കണമെന്ന് പറഞ്ഞു. അബ്രഹാം എത്ര നേരം കത്തി മൂർച്ചപ്പെടുത്തിയെന്ന് എനിക്കറിയാം. നന്നായിട്ട് മൂർച്ചപ്പെടുത്തി, ഓരോ പ്രാവശ്യം മൂർച്ചപ്പെടുത്തും. ഒറ്റപ്പെട്ടിയാണ്, രണ്ടാമത് ഒന്നുകൂടെ അല്ലേ. എന്നിട്ട് മകനും അപ്പനും കൂടി ഇങ്ങനെ പോയി, നടന്നുപോയി. ഞാൻ ചോദിക്കട്ടെ, അബ്രഹാമിന്റെ ചങ്കിലേക്ക്, ഹൃദയത്തിലേക്ക് ആ കത്തി എത്ര പ്രാവശ്യം കയറി ഇറങ്ങി? അവരതെടുത്തതായി ഓരോ ചുവട് വെക്കുമ്പോഴും ഇസാക്കിന്റെ ഹൃദയത്തിലേക്ക് എത്ര പ്രാവശ്യം കയറി ഇറങ്ങി? ഒരു പ്രാവശ്യം. കത്തിയെടുത്ത് കുത്താനായിട്ട് ഒരുങ്ങി, അരുത് എന്ന് സ്റ്റോപ്പ്. ഇസാക്കിന്റെ മനസ്സിൽ കൂടെ ഒരു പ്രാവശ്യം കയറി, അബ്രഹാമിന്റെ മനസ്സിൽ കൂടെ ഒരു കോടി പ്രാവശ്യം കയറി. ദൈവത്തിന്റെ മനസ്സിൽ കൂടെ എത്രയോ പ്രാവശ്യം, ദൈവത്തിന്റെ എത്രയോ പ്രാവശ്യം ഇത് കയറി ഇറങ്ങിയാണ് കാൽവറിയിലേക്ക് എത്തിയതെന്നറിയാം. എന്റെ ഓർമ്മയ്ക്കാതെ ചെയ്യുവിൻ, എന്റെ മരണത്തെ കുറിച്ച് പ്രസംഗിപ്പീൻ എന്നൊക്കെ കർത്താവ് പറഞ്ഞു. നമ്മളൊക്കെ കാണുമ്പോ പാപിയായ എന്നെ, ദോഷിയായ എന്നെ ഓർക്കാനുള്ള സമയമാണ്. ഇതൊക്കെ അല്ലേ ഓർക്കേണ്ടത്. എന്റെ കർത്താവ് എന്തുമാത്രം കഷ്ടത അനുഭവിച്ചു, എന്റെ കർത്താവ് എന്തുമാത്രം വേദന അനുഭവിച്ചു, അല്ലേ? ഇതെല്ലാം അനുഭവിച്ചു. അപ്പൊ എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏറ്റവും പ്രധാന ഉത്തരവ് എന്താണെന്നറിയാമോ? ദൈവത്തിന് പ്രസാദമായി. അവനെ തകർത്ത് കളവാൻ പിതാവിന് പ്രസാദം. വേറൊരു ഉത്തരവ് നിങ്ങൾ അന്വേഷിക്കണം. അവനെ തകർത്ത് കളവാൻ ദൈവത്തിന്റെ പ്രസാദമായി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യമായിട്ട് ഉൾപ്പെട്ടു. യെശയ്യാവ് 53:10 പറഞ്ഞു, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് പ്രസാദമായി. ഗലാത്യർ 1:4 പറഞ്ഞു, അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എബ്രായർ 9:14 പറഞ്ഞു, നിത്യാത്മാവിനാൽ അർപ്പിക്കപ്പെട്ടു. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ അർപ്പിക്കും. പരിശുദ്ധാത്മാവ് ഇടപെട്ടു, പിതാവ് ഇടപെട്ടു, പുത്രൻ തമ്പുരാനും ഇടപെട്ടു. ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് ആക്ട് ഓഫ് ദ ട്രൈയൂൺ ഗോഡ്. വേദന അനുഭവിച്ച കർത്താവാണെന്ന് നമുക്ക് പറയാം. അബ്രഹാമാണോ കൂടുതൽ വേദന അനുഭവിച്ചത്, അതോ ഇസഹാക്കായിരുന്നോ? ആരായിരുന്നു? ഈ പാട്രി പാഷൻ എന്ന് പറഞ്ഞൊരു തെറ്റായ തിയറി ഉണ്ട്. അതായത് കർത്താവായ യേശു ക്രിസ്തു വല്ല കാൽവറിയിൽ കഷ്ടം അനുഭവിച്ചത്, വേദന അനുഭവിച്ചത് പിതാവാണ്. അത് തെറ്റായ ഉപദേശം. കർത്താവ് തന്നെയാണ് വേദന. പക്ഷെ അതിനൊരു മറുവശമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരപ്പൻ തന്റെ മകനെ തകർത്ത് കളവാൻ പ്രസാദം തോന്നിയാൽ ആ തകർത്ത് കളയുന്ന ഓരോ ആക്ടിലും ആരാ വേദന അനുഭവിക്കുന്ന? മകൻ മാത്രമാണോ? സ്നേഹമുള്ള പിതാവാണെങ്കിൽ പിതാവ് വേദന അനുഭവിക്കും. നമ്മൾ നമ്മുടെ പിള്ളേരെ തല്ലുന്നത് പോലെയല്ല കർത്താവ് പുത്രൻ തമ്പുരാനെ തല്ലിയത്. നമ്മുടെ കോപം തീർക്കാനല്ലേ. ഞാൻ എൻ്റെ മക്കളെയൊക്കെ തല്ലിപ്പോ ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോ പലപ്പോഴും അവർ ചെയ്ത കുറ്റത്തിന് വേണ്ടിയൊന്നുമല്ല, എൻ്റെ കോപം ഒന്ന് തീരാൻ, അതിനുവേണ്ടി. പിതാവിന്റെ കോപം തീരാൻ വേണ്ടിയല്ല പുത്രനെ തകർക്കുക, നമ്മുടെ പാപത്തെ പരിഹരിക്കാൻ വേണ്ടി. അപ്പോ പിതാവിന് പ്രസാദമായി എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രസ്താവന ഒരു വലിയ പ്രസ്താവന. വേറെ ഒരു കാരണവും പറഞ്ഞില്ലെങ്കിലും എന്തുകൊണ്ട് കർത്താവിനെ കാൽവറി യാഗമാക്കുവാൻ പിതാവിന് ഇഷ്ടമായെന്ന് തോന്നി? അവൻ അങ്ങനെ ഇഷ്ടമായി. അവനെ തകർത്ത് കളവാൻ അവന് പ്രസാദം തോന്നി. അതെങ്ങനെയാ മനസ്സിലാക്കുന്നത്? പുത്രനെ തകർക്കാൻ പ്രസാദം തോന്നി, നിർബന്ധിതനായി തീർന്നു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങ് സമ്മതിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പ്രസാദമായി എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ? പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നല്ല പ്രവൃത്തിയല്ലേ, ഒരു നല്ല കാര്യമല്ലേ? അവനെ തകർത്ത് കളവാൻ പിതാവിന് പ്രസാദം, ഒരു ഇഷ്ടമായി, സന്തോഷമാണ്. എന്തൊക്കെയാണ്? He was pleased എന്നാണ്. He was pleased. അതിന്റെ വല്ല അർത്ഥം നമുക്ക് മനസ്സിലാക്കാനുള്ളൂ.
സർ റോബർട്ട് ആൻഡേഴ്സൺ, സ്കോട്ട്ലൻഡ് യാർഡ് ഫെയിമിന്റെ സ്ഥാപകനാണ് അദ്ദേഹം. ഒരു പഴയ പ്രധാനക്കാരനാണ് അദ്ദേഹം. യേശുക്രിസ്തുവിനെ കുറിച്ച് പുസ്തകം എഴുതി. ആ പുസ്തകത്തിലാണ് അദ്ദേഹം വർത്തമാനം സാം 22-ന്റെ ഒരു 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 ധ്യാനത്തിൽ താൻ ഇങ്ങനെ, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത്. അതെന്താ പറഞ്ഞു? ദൈവത്തെ കൈവിട്ടു. അത് മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിയില്ല. ദൈവത്തിനങ്ങനെ ദൈവത്തെ കൈവിട്ടു അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അത് എങ്ങനെ സാധിക്കും? ഞാൻ എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ദൈവം പക്ഷെ ദൈവത്തെ കൈവിട്ടു. പുത്രൻ തമ്പുരാൻ, അല്ലെങ്കിൽ ദൈവമായ പുത്രൻ ദൈവമായ പിതാവിനോട് കരയുകയാണ്, നീ എന്നെ കൈവിട്ടത് എന്ത്? അതൊക്കെ ദൈവത്തിന് പ്രസാദമായി. അതിനപ്പുറത്തൊന്നും പറയാൻ സാധിക്കുകയില്ല. ദൈവത്തിന്റെ നീതിയും സ്നേഹവും കാൽവറിലെ ക്രൂശിൽ ഒത്തുചേർന്നു. God's love and God's righteousness embraced or kissed on Calvary's cross. നമുക്ക് ഒരിക്കലും ഒത്തുചേരാൻ പാടില്ലാത്ത രണ്ട് ഗുണങ്ങളാണ്. കാൽവറി എന്ന് പറയുന്ന ഒരു ബിഗ് ലെവലറാണ്, എല്ലാത്തിനും അടിച്ച് നിരപ്പാക്കുന്നതാണ്. ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും എങ്ങനെ തമ്മിൽ ചേർന്ന് പോകുന്നത്? ദൈവത്തിന്റെ സ്നേഹം പാപിയെ രക്ഷിക്കണം, ദൈവത്തിന്റെ നീതി പറയുന്നു പാപിയെ ശിക്ഷിക്കണം. പാപിയെ ശിക്ഷിക്കണമെന്ന ദൈവത്തിന്റെ നീതിയും പാപിയെ രക്ഷിക്കണമെന്ന് പറയുന്ന ദൈവത്തിന്റെ സ്നേഹവും കാൽവറിയെ കുറിച്ച് നോക്കിയേ നമുക്ക് കാണത്തുള്ളൂ. ദൈവത്തിന് രണ്ടും ലംഘിക്കാനൊക്കെ ഇല്ല, കാരണം സ്നേഹം ലംഘിച്ചാൽ സ്നേഹമില്ലാത്തവൻ ദൈവമല്ല. നീതി ലംഘിക്കാനൊക്കെ ഇല്ല, കാരണം നീതി ഇല്ലാത്തവൻ ദൈവമല്ല. ദൈവം ഒരേ സമയത്ത് നീതിമാനും സ്നേഹവാനുമാണ്. അതുകൊണ്ട് നീതിക്ക് ലംഘനം വരാൻ പാടില്ല, സ്നേഹത്തിന് ലംഘനം വരാൻ പാടില്ല. അതേസമയം മനുഷ്യവർഗത്തോടുള്ള പാപത്തിന് നേരെയുള്ള നീതിയും നടപ്പാക്കണം, പാപിയോടുള്ള സ്നേഹവും നടപ്പാക്കണം. ലുക്ക് അറ്റ് കാൽവറീസ് ക്രോസ്. കാൽവറിലെ ക്രൂശിൽ അത് കാണും. ക്രൂശ് ശരിക്കും മനസ്സിലാക്കിയെങ്കിലേ അത് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും എന്ത് ചെയ്യും? സ്നേഹം കാണിക്കാനായിട്ട് പോവുകയാണെങ്കിൽ നീതി വേണ്ടെന്ന് വെക്കും. നീതി കാണിക്കാൻ പോവാണെങ്കിൽ സ്നേഹം അല്പ സമയത്തേക്ക് മറക്കും. ഒരാളെ തല്ലാൻ പിടിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമോ? അതൊന്നും നമുക്ക് സാധിക്കുകയില്ല, ദൈവത്തിന് സാധിക്കും. അപ്പോൾ ദൈവം എന്തുകൊണ്ട് പുത്രനെ നൽകി എന്ന് പറഞ്ഞാൽ ഈ വിധത്തിലുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവങ്ങളെല്ലാം നിവൃത്തിയാക്കേണ്ടത് ആവശ്യമാണ്. ഇനിയും കർത്താവിന്റെ മരണത്തെക്കുറിച്ച് ഉള്ള വലിയ ഒരു പ്രശ്നം, കർത്താവ് പാപപരിഹാര ബലി നൽകി വീണ്ടെടുപ്പ് വില കൊടുത്തു എന്നാണല്ലോ. നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെ ക്രിസ്തു എന്ന നിർദോഷവും ദൈവത്തിന്റെ കുഞ്ഞാക്കൻ. ഈ വീണ്ടെടുപ്പ് വില ദൈവം ആർക്കാ കൊടുത്തത്? അല്ലെങ്കിൽ കർത്താവ് ആർക്കാ കൊടുത്തത്? തന്റെ രക്തം വീണ്ടെടുപ്പ് വിലയെ കൊടുത്തത് ആർക്കാ കൊടുത്തത്? പിതാവിന് കൊടുത്തോ അതോ സാത്താന് കൊടുത്തോ? ആർക്കാ കൊടുത്തത്? അതേക്കുറിച്ചൊക്കെ ഒത്തിരി തിയറികളുണ്ട്. വീണ്ടെടുപ്പ് വില ആർക്ക് കൊടുത്തു എന്നുള്ളത് വേദശാസ്ത്രികൾക്കിടയിൽ തന്നെ വലിയ സംവാദമുള്ള വിഷയമാണ്. അതായത് ഒരാൾക്ക് അടിമയായി പോയെങ്കിൽ ആ അടിമത്തത്തിൽ നിന്നും ആളെ വീണ്ടെടുക്കണമെങ്കിൽ വീണ്ടെടുപ്പ് വില ആർക്കാ കൊടുക്കേണ്ടത്? ആരുടെ അടിമയായിട്ടാണോ ഇരിക്കുന്നതാക്കുക അല്ലേ? അങ്ങനല്ലേ? എടോ എന്റെ പൈതലിനെ വിട്ടു തരണം, ഞാൻ നിങ്ങൾക്ക് എന്ത് കാശ് വേണമെങ്കിലും തരാം. അപ്പൊ വീണ്ടെടുപ്പ് വില കൊടുക്കുന്ന ആർക്കാ? കുട്ടിയെ പിടിച്ചോണ്ട് പോയ ആൾക്കാർ. മനുഷ്യർക്കും ആർക്കടിമയായിട്ടാണ് ഇരിക്കുന്നത്? അപ്പൊ സാധാരണ വലിയ പറയുന്നത്, എടോ എന്റെ പിള്ളേരെ നീ വിട്ടു തരണം, നിനക്ക് ഞാൻ വീണ്ടെടുപ്പ്. അതാണ് ഒരു തിയറി. അതെ, ബൈബിൾ പഠിപ്പിക്കുന്ന തിയറിയാണോ? നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടൊക്കെ വാ. സാധാരണ വീണ്ടെടുപ്പ് കൊടുത്തത്, അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്ന വീണ്ടെടുപ്പ് കൊടുത്തതൊരു ആശയമേ തെറ്റ. പക്ഷെ ആളുകൾ അങ്ങനെ പറയുന്നവരുണ്ട്. വലിയ മഹാന്മാരായ ചില വേദശാസ്ത്രികളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, വീണ്ടെടുപ്പ് വില ആർക്ക് കൊടുത്തു? നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഒരു ബന്ധം നിങ്ങളുടെ കോട്ടിലേക്ക് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ശരി.